ഇതിനായി ഞാൻ അവിടുത്തെ മദതുകൾ അല്പം പറയാൻ അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മുഅ്മിനീകളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ വെച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംബന്ധിച്ച് പഠിക്കാനും ആ നേതാവിനെ മഹത്വങ്ങളെ പഠിക്കുമ്പോൾ ആ നേതാവിനെ പിർസം വയ്ക്കണം. ആ പിർസം കൂടുന്നത് ആ നേതാവിനെ കൂടുതലായി പഠിക്കാൻ മനസ്സ് കൊടുക്കണം. അതേ ബൂസൂരി ഇമാം പറഞ്ഞല്ലേ, ഫൻസുബ് ഇലാ ദാതിഹി മാ ശഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രി മാ ശഅത മദ്ഹൻ ഫീ വതകമി. ബൂസൂരി ഇമാം പറഞ്ഞല്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര വേണമെങ്കിലും പുകഴ്ത്തുക. പക്ഷേ ബൂസൂരി ഇമാം പറഞ്ഞല്ലേ, ദഅമദ്ദഅത ഉന്നസാറാ ഫീ നബിഹിം വകും ബിമാ ശഅത മദ്ഹൻ ഫീഹി വതകമി. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിങ്ങൾ പറയണ്ട. ഏത് മതങ്ങൾ പറഞ്ഞത് നോക്കൂ സഹോദരന്മാരെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്ന സമയത്ത് തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ആ പാത്രത്തിലുള്ള വെള്ളത്തെ മുഖത്തിലേക്ക് തെറിപ്പിച്ചു കൊണ്ട് പറയുകയാ, ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്. യാ ആയിഷ, യാ ആയിഷ, മരണത്തിന്റെ വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് മരിക്കുന്ന വെപ്രാള സമയത്ത് പോലും തന്റെ ആത്മാവ് വിട്ടുപിരിയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായി അനക്കുകയാണ്. ശബ്ദം പുറത്തു വരുകയില്ല. എന്താണ് പറയുന്നത്, എന്താണ് അറിയുന്നില്ല. അപ്പോൾ ആയിഷ ബീവി വിചാരിക്കുന്നു, ഞാൻ കന്യമതിയായ ഭാര്യ അല്ലേ, എന്നോട് വല്ലാത്ത വസിയത്ത് ചെയ്യുകയാണോ. ഫാത്തിമ ബിമാതു മിന്നി, ഫാത്തിമ ബിമാതു മിന്നി, ഫാത്തിമ ബിമാതു മിന്നി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടോ. ആ ഫാത്തിമ ബീവി വിചാരിക്കുന്നു, എന്റെ ബാപ്പ എന്നോട് വല്ലത് വസിയത്ത് ചെയ്യുകയാണോ വിചാരിച്ചോ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബായിന്റെ ഭാഗത്തിലേക്ക് ചെവിയൊന്നും താഴ്ത്തോട്ടം ചെയ്തുകൊണ്ടും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നു, യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി അസ്വലാ. ഏനന്റെ സമുദായമേ, ഏനന്റെ സമുദായമേ, നിങ്ങൾ ഒരിക്കലും നിസ്കാരം വിടരുതേ. എന്ന് മരിക്കുമ്പോൾ സമുദായത്തെ ഓർത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആ നേതാവിന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലണം. അവിടത്തെ സുന്നത്തുകൾ മുറുകി പിടിക്കണം. ആ നേതാവിന്റെ മദതുകൾ ധാരാളം പറയണം. ആ നേതാവിനെ പിർസം വയ്ക്കണം. ഇത്തര പറഞ്ഞ് എന്റെ വാക്കിനെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.